സിനിമയിൽ ഞാനന്ന് ഒരു പിന്നെ പേരൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയായിരുന്നു. അതെ. അപ്പൊ ഇവരവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരേ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ ഒരുമിച്ച് നടക്കണം. അങ്ങനെയാണ് ഞാൻ 5 കൊല്ലം എന്റെ നാട്ടിലല്ലായിരുന്നു, എന്റെ അമ്മയുടെ നാട്ടിലായിരുന്നു. അമ്മയുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ്, എങ്കിൽ പോലും ഞാൻ ഈ നാട്ടില് ഈ പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മട്ടന്നൂരാണ് അമ്മയുടെ വീട്. അപ്പോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാട്യത്ത് വന്നു. പാട്യത്ത് 5 വർഷത്തിനിടയിൽ അവിടെയുള്ള ആളുകൾ പലരും ഞാൻ കാണാനുള്ള ചാൻസ് ഇല്ലല്ലോ. 5 വർഷം ഞാൻ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ വന്നപ്പോ എന്റെ വീടിനടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. അപ്പോ കുറച്ച് ആൾക്കാരെ ഒന്നും എനിക്ക് ആ പ്രായത്തിൽ കണ്ടിട്ടുണ്ടാവാൻ, ചിലപ്പം കണ്ടിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അപ്പൊ ആരാണ് എന്താണെന്ന് അറിയില്ല. പലരും അപരിചിതരാണ്. ആ അപരിചിതത്തിലൂടെയാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അങ്ങനെ ചില കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. സംസാരിക്കും, വഴിയിലൂടെ നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. എവിടെയാ എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ പരിചയപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അത് കുറച്ച് നീണ്ടുപോയി. പ്രേമവും പ്രണയലേഖനവും നിങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ലെന്നാണോ? അത് പിന്നെ അങ്ങനെ ഒരു പ്രണയലേഖനത്തിന്റെ സ്കോപ്പൊക്കെ വളരെ കുറവായിരുന്നു. ശ്രീനേട്ടാ, ഞാൻ കത്തൊക്കെ എഴുതിയിട്ടുണ്ട്, തീർച്ചയായിട്ടും. അതാണ് ഇനി ബാക്കിയുള്ള കഥ വിമല ചേച്ചി പറയട്ടെ. അത് വിമലയും കത്തയച്ചിട്ടുണ്ട്. എങ്ങനെ ഭയങ്കര എന്താ പറയാ, പ്രണയത്തോടെ അങ്ങനെയുള്ള? അല്ല, ഞാൻ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി. അപ്പൊ ഞാൻ പിന്നെ അവിടുന്ന് പോയി. പിന്നെ ഞങ്ങളുടെ ഇത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഞാൻ ഒരിക്കലും ഉള്ള സത്യം പറയാം, ഞാൻ സാധാരണഗതിയിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ പിന്നെ ഇവർക്കിപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോലി കിട്ടി. BEd കഴിഞ്ഞു, ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മദിരാശിയിൽ എത്തുംപിടിയില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം. ലോഡ്ജിൽ നിന്ന് ഞാൻ താമസിച്ചിട്ടില്ല. ഞാനും വേറെ മുറിയൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. കാരണം ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പ്രധാനമായിട്ടും അച്ഛനൊന്നും അന്ന് എന്നെ ആ രീതിയിൽ ഞാൻ സിനിമയ്ക്ക് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്ന് പോലും അച്ഛന് അറിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി, എന്തെങ്കിലും. അച്ഛന് വേറെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സിനിമ ഭ്രാന്ത് പിടിച്ച് പോയതുമല്ല. എൻ്റെ ഇഷ്ടം മുഴുവൻ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള നാടകമായിരുന്നു. സിനിമയിലെത്തും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അർഹതയില്ലാത്തത് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും അത്തരം ദുരാഗ്രഹങ്ങളൊന്നും മനസ്സിൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. പല രീതിയിലും 2-3 സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞാൻ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നാടകം, എനിക്ക് സിനിമ വേണ്ടെന്ന് തോന്നി. നാടകം എന്നിട്ട് അവിടെ ഒരു നാടകം എഴുതി കുറെ മുമ്പോട്ട് പോയി. പക്ഷെ അതിനിടയിൽ വീണ്ടും എന്തോ ഒരു മദ്രാസിൽ നിന്ന് ഒരു ടെലിഗ്രാം വരുന്നു. അപ്പോൾ അവിടുത്തെ നാടകത്തിന്റെ ആൾക്കാർ എന്നെ പിടിച്ചു തള്ളി മദ്രാസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്ക് വേണ്ട, എപ്പോഴും സിനിമ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടു. അതിനെയാണ് ഞാൻ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പം എനിക്കത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് സിനിമ പിന്നെ ആഗ്രഹിക്കാതിരുന്നതെന്നും കൂടി ഞാൻ പറയാം. ആഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പണം എന്ന് പറയുന്ന സംഗതിയോട് ആസക്തിയില്ലായിരുന്നു. ശരിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സിനിമ അതിനൊക്കെ വേണ്ടിയിട്ട് ആയിരിക്കും ചിലരൊക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രശസ്തനാവുക എന്നുള്ള സംഭവം, ഈ 2 ഘടകവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പൊ നമ്മള് എന്ത് കാര്യത്തിലേക്കാണ് അങ്ങനെ വന്നത്? പറഞ്ഞെന്താ? നമ്മള് പ്രണയവും ഇത് അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ഞാൻ എഴുതി. പിന്നെ ഇങ്ങനെ ഒരുപാട് അപ്പം വീട്ടിൽ കല്യാണാലോചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പം എനിക്ക് തോന്നി ഞാൻ ഒരു വിലങ്ങുതടിയായി മാറുമോ. ഞാൻ ഒരിക്കലും മെന്റലി പ്രിപ്പയർഡ് അല്ല ഒരു കല്യാണത്തിന്. കാരണം എന്റെ അടിത്തറ ഒരു വിധത്തിൽ ഉറപ്പില്ല. എനിക്കതുകൊണ്ട് ആശങ്കയോ പേടിയോ അങ്ങനത്തെ ഒന്നും ഇല്ല താനും. പക്ഷേ ഇളകുന്ന അടിത്തറയിലേക്ക് ഒരാളെ പിടിച്ചോണ്ട് വരുന്നത് ശരിയല്ലാന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എത്രയും വേഗം മറ്റൊരു നല്ല ആലോചന വരുമ്പോൾ അത് ചെയ്യുന്നതാണ് നല്ലത്
ഇവരുടെ തന്നെ അകന്ന് ബന്ധപ്പെട്ട ഒരാള് അന്നിങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും എനിക്ക് നിർദ്ദേശിക്കാൻ പാടില്ലല്ലോ, അവരുടെ ഇഷ്ടമാണ്. അതെ. എൻ്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്. പക്ഷേ അവിടെയും ഡെസ്റ്റിനി അതെ വന്നു. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ എനിക്ക് അത് വേറെ കല്യാണം കഴിച്ച് പോകണമെന്ന് ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ സൗന്ദര്യത്തിൽ വീണ് പോയത് തന്നെയാണ്. അങ്ങനെ ഞാനിപ്പം സ്കൂൾ പഠിപ്പിക്കുകയും പ്രൈവറ്റായിട്ട് MA വെറുതെ ഇരിക്കുമ്പോൾ MA എഴുതിയിരുന്നു. മഹാരാജാസിൽ വന്നിട്ട് MA പ്രീവിയസും ഫൈനലെല്ലാം എഴുതിയിരുന്നു. പിന്നെ ലാസ്റ്റ് പാർട്ട് പിന്നെ അപ്പൊ കല്യാണം. എന്നിട്ട് ഇത് എങ്ങനെയാണ് കല്യാണത്തിലേക്ക് വരികയും? പിന്നെ ഞാൻ തന്നെ അപ്പം എനിക്ക് മനസ്സിലായി വേറെ ഒരു കല്യാണം എന്ന് പറയുന്നത് നടക്കില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായപ്പോ മറ്റതൊക്കെ ഞാൻ വിട്ടു. അതാണ് യോഗം ഇതെന്നൊക്കെ പറഞ്ഞത് ശരിയാട്ടോ.